ഹലോ, ഏവർക്കും സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം. ഈ ജൂലൈ 1 നടന്ന ഒരു LGS എക്സാമിൻ്റെ ചോദ്യമാണ് നിങ്ങളിവിടെ കാണുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു, ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു, ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തി, ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. അപ്പോൾ ഇത് SCRT-യിൽ 9ാം ക്ലാസ്സിൽ നിന്ന് അതുപോലെ എടുത്തിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഓക്കെ അല്ലേ? അപ്പം നമുക്കത് ആദ്യം പഠിച്ചാലോ? ഓക്കെ. ധമനി, ലോമിക, സിര. ധമനി എന്ന് വെച്ചാൽ ആർട്ടറി, ലോമിക എന്ന് വെച്ചാൽ കാപ്പിലറി, സിര എന്ന് വെച്ചാൽ വെയിൻ. ഇംഗ്ലീഷ് പേരിൽ പഠിച്ചോണം. അപ്പോൾ ധമനിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, പടവും കാണിച്ചിട്ടുണ്ട്. കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി, രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു, ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു. കട്ടി കൂടുതലാണ് ഒന്നാമത്തെ പോയിന്റ്, ഇലാസ്തികതയുള്ള ഭിത്തിയാണ് രണ്ടാമത്തെ പോയിന്റ്, ഉയർന്ന മർദ്ദത്തിൽ രക്തം ഒഴുകുന്നു മൂന്നാമത്തെ പോയിന്റ്, വേഗത്തിൽ രക്തം ഒഴുകുന്നു നാലാമത്തെ പോയിന്റ്, ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു, ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു. അതാണ് ധമനി. കട്ടി കൂടിയത്, ഇലാസ്തികതയുള്ളത്, ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും രക്തം ഒഴുകുന്നു, ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു. ഓക്കെ അല്ലേ? ഹൃദയത്തിൽ നിന്ന് രക്തം വഹിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ധമനിയാണ്. നമുക്കടുത്ത് സിര നോക്കാവേ. സിര അല്ലെങ്കിൽ വെയിൻ. കട്ടി കുറഞ്ഞ ഭിത്തി, രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ധമനിയുടെ ഓപ്പോസിറ്റാണ് സിര. മനസ്സിലായ? ഇവിടെ കട്ടി കുറഞ്ഞ ഭിത്തി, രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു, വാൽവുകൾ കാണപ്പെടുന്നു. നോക്കിയേ, സിരയിൽ വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. സിരയിൽ എന്ത് കാണപ്പെടുന്നുണ്ട് കുട്ടികളെ? വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. അപ്പോൾ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് സിരയാണ്, ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നത് ധമനിയാണ്. ഈ പോയിന്റുകളൊക്കെ മനസ്സിലായിക്കോണേ. ഇനി നമുക്കിവിടെ പടത്തിൽ കാണാൻ കഴിയും, ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലോമിക അല്ലെങ്കിൽ കാപ്പിലറീസ്. ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ് ലോമികയ്ക്ക്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ്, ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. ഓക്കെ അല്ലേ? രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്. ഒരു നിര മാത്രമേ ഉള്ളൂ ലോമികയ്ക്ക്. ഭിത്തിയിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്. പിന്നെ പിള്ളേരെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. അതായത് ഹാർട്ട്, പിന്നെ നമ്മുടെ രക്തപരിചരണ വ്യവസ്ഥ, അതിൻ്റെയൊക്കെ ഓൾറെഡി ഷോർട്ട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സ്മാർട്ട് PSC ഹാർട്ട് എന്ന് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും, ക്ലാരിറ്റി ആവും. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് കണ്ടോണം കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ഇത്രയും പോയിന്റ് പഠിച്ചല്ലോ. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു, ധമനിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലേ? ശരിയാണ്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്, ശരിയല്ലേ? ആണ്. ഇലാസ്തികതയുള്ള കട്ടിയുള്ളതുമായ ഭിത്തി, അതും ശരിയാണ്. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നത് ഏതിലാ? സിരകളിലാണ് ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം മറുപടി പറയേണ്ടത്. ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതെന്നറിയോ? നമ്മൾ ചെയ്ത ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി. മഹാധമനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയോട്ട. ഏറ്റവും വലിയ രക്തക്കുഴൽ എന്ന് ചോദിച്ചാലോ, ഏറ്റവും വലിയ ധമനി എന്ന് ചോദിച്ചാലോ മഹാധമനി അല്ലെങ്കിൽ അയോട്ടയാണ്. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഏറ്റവും വലിയ രക്തക്കുഴലെന്നോ ഏറ്റവും വലിയ ധമനി എന്നോ ചോദിച്ചാൽ മഹാധമനി. ഏറ്റവും വലിയ സിര ഏതെന്നറിയോ? ഏറ്റവും വലിയ സിര അധോ മഹാസിര. അധോ മഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീന കാവ. അധോ മഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീന കാവ കേട്ടോ. അധോ മഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീന കാവ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ധമനി, ഇങ്ങോട്ട് എഴുതാം, ധമനി എന്താണ് വഹിക്കുന്നത്? ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. ഓക്കെ അല്ലേ? എന്നാൽ അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയുണ്ട്. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമണറി ആർട്ടറിയാണ്. ധമനി ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. ഓക്കെ. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമണറി ആർട്ടറിയാണ്. അതുപോലെ സിരകൾ അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. സിരകൾ അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര, ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ശ്വാസകോശ സിരകളാണ്, പൾമണറി വെയിൻസ് ആണ്. ആ പോയിന്റുകൾ കൂടി പഠിച്ചോണം കേട്ടോ. ഓക്കെ അല്ലേ? അശുദ്ധ രക്തം വഹിക്കുന്ന ധമനി ശ്വാസകോശ ധമനി, അശുദ്ധ രക്തം വഹിക്കുന്ന സിര എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ശ്വാസകോശ സിര. ഇനി നിങ്ങൾ പഠിക്കാനുള്ള വേറൊരു കാര്യം, അതിനു മുമ്പ് ഒരു കാര്യം വളരെ, നമ്മുടെ ഇപ്പം
10th പ്രിലിംസിൻ്റെ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് കിടിലമായിട്ട് റിവിഷൻ ചെയ്യണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ഏരിയാസും അതായത് മാത്സ് ഉൾപ്പെടെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അത് ചോദിച്ചിട്ടുള്ള മെയിൻ ഏരിയാസ് എല്ലാം നന്നായിട്ട് റിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് PSC ആപ്ലിക്കേഷനിൽ ഒരു മാരത്തോൺ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 379 രൂപയാണ് ഫീസ് വരുന്നത്, ടോട്ടൽ ഫീസ്. ഓക്കെ അല്ലേ? ലൈവ് ക്ലാസ്സുകളാണ്. ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരാഴ്ചകളായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റും. ഓക്കെ, ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ റെക്കോർഡ് ക്ലാസ് അപ്ഡേറ്റ് ആവും കേട്ടോ. ഓക്കെ, അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കോഴ്സിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും. പർച്ചേസ് ചെയ്യുക, ഇന്ന് തന്നെ കൂടെ പഠിച്ചു തുടങ്ങുക. ഓക്കെ അല്ലേ? സബ്ജക്റ്റ് വൈസ് ഓരോ സബ്ജക്റ്റായിട്ട് നമ്മൾ നാളെ തൊട്ടൊക്കെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു ദിവസം ഫുൾ ഒരു സബ്ജക്റ്റ് ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന ദിവസം ഫുള്ള് കോൺസ്റ്റിറ്റ്യൂഷൻ POQ എടുത്തിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസും എല്ലാം ഡിസ്കസ് ചെയ്ത് സെറ്റാക്കി പോകും. ഓക്കെ അല്ലേ? സോ ജോയിൻ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അടുത്ത് പോർട്ടൽ സിരകൾ എന്നൊരു ഏരിയ പഠിക്കാറുണ്ട്. പോർട്ടൽ വെയിനുകൾ. ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. അതായത് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന സിരകളാണ് പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്കൊരു ഉദാഹരണം പറയുന്നുണ്ട്. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങൾ. നമുക്കറിയാം, ചെറുകുടലിൽ വെച്ചാണ് രക്തത്തിലേക്ക് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്ന രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിലെത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിനൊരു ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? സോ ഇതിൻ്റെ PDF, അതായത് ഈ ക്ലാസ് എടുത്തതിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടാകും. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾ സ്മാർട്ട് PSC എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ചാനൽ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുപോലത്തെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഏതാണ് ക്ലാസ് വേണ്ടതെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ഏരിയാസുകളുടെയും ഷോർട്ട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.